എന്ത് വ്ളോഗാണ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങളിപ്പോൾ കോസ്കോയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കോസ്കോ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോ ആണ്. ഉണ്ണി റെഡിയാണോ? എന്താ വാങ്ങണു ഉണ്ണി? എന്താ വാങ്ങണേ? ഗുഡ് ഗേൾ. കോസ്കോയിൽ കയറുന്നതിന് മുൻപ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമുക്ക് കോസ്കോയിലേക്ക് കയറാം. അപ്പോൾ അത് പോയി കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ അവർ ഉപ്പ് വിതറിയിട്ടുണ്ട്. ഈ നിലത്ത് കിടക്കുന്നതൊക്കെ ഉപ്പാണ് കേട്ടോ. ഇവർ മഞ്ഞ് പെയ്യുന്നതിന് മുൻപ് തന്നെ ഉപ്പ് വന്ന് വിതറിയിട്ട് പോകും. അപ്പോൾ ഈ പെയ്യുന്ന മഞ്ഞൊക്കെ കുറേയൊക്കെ അലിഞ്ഞു പോകും. ഇങ്ങനെയാണ് അവർ റോട്ടിലും ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നൊരു കാറ് വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം ഒരു മാസത്തെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തീർക്കും. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി ഇതാണ്. ഇതിലാണ് ഇന്നത്തെ നമ്മുടെ കറക്കെന്ന് പറയുന്നത്. മേഴ്ക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് നന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റുണ്ട്. നമുക്ക് കോസ്കോ ഒക്കെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് വരാൻ കുറച്ച് കഷ്ടമാണ്. നമുക്ക് വണ്ടി തന്നെ വേണം. ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് കാർഡ് കാണിച്ചാൽ മാത്രമാണ് നമ്മളതിനെ അകത്തേക്ക് കയറ്റി വിടൂ. നമുക്കൊരു ട്രോളി എടുത്തിട്ട് അകത്തേക്ക് പോവാം. കോസ്കോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അത് സ്കാൻ ചെയ്യണം. വിറ്റാമിൻ ഡിയും മൾട്ടി വിറ്റാമിൻ ഡി ഒരു ഇത് എടുത്തിട്ടുണ്ട്. ചൂട് കായുന്ന ഉണ്ണി അച്ഛൻ. ഈ ചൂടത്ത് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് കാറ്റ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാൽ പോരാ, നമുക്കൊരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ ക്യാമറ കണ്ടോ? കുറേ പേര് അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും മേഴ്ക്കുട്ടി ഈ പൂക്കളുടെ അടുത്ത് കുറേ നേരം നിന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമുക്ക് ഒറിജിനലാണെന്ന് തോന്നിപ്പോവും. പക്ഷെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ അനാവശ്യമായി കുറേ എണ്ണം വാങ്ങി കൂട്ടണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വാങ്ങിയില്ല. എടാ ഇത് ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക്. മേഴ്ക്കുട്ടിക്ക് എന്നത്തെയും പോലെ നല്ല ഹുഡിയും പാൻറ്റൊക്കെ കിട്ടി. $10 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലാഭമായിട്ട് തോന്നി. രണ്ടുപേരും കൂടി അവിടെ കുറേ നേരമായിട്ട് തെർമൽസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ടോപ്പ് കിട്ടി. ഓക്കേടാ, ശ്രദ്ധിച്ചിട്ട് ഓടിയാൽ മതി. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. തക്കാളി എടുക്കണം. ഇവിടുത്തെ ബേക്കറി സെക്ഷനിൽ വന്നാൽ നമുക്ക് പലതും എടുക്കാൻ തോന്നും. പക്ഷേ എടുത്തു വെച്ചാൽ അത് തീർക്കാൻ നല്ല പാടാണ്. ആ എക്സ്പയറി ഡേറ്റിന് മുൻപ് നമുക്കതൊന്നും തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും. ബാക്കി വേസ്റ്റ് ആക്കേണ്ടി വരും. ഇന്നൊരു ചീസ് കേക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിന് ക്യൂ നിൽക്കുന്ന നിൽപ്പാണ് ഞാൻ. ആ ചീസ് കേക്ക് നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ വാങ്ങാൻ പറ്റിയില്ല. അത്രയ്ക്ക് വലുതായിരുന്നു. അത് നമ്മളെക്കൊണ്ട് തീർക്കാൻ പറ്റില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡയറിയാണ്. അതൊരു ഫ്രീസറിൻ്റെ ഉള്ളിൽ കയറിയ പോലെയാണ് കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും അവിടെ ഉണ്ടാവും. പലതരത്തിലുള്ള പാലുകളും അതിനകത്തുണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഞങ്ങൾ എടുക്കാറ് ലാക്ടോസ് ഫ്രീ മിൽക്കും പിന്നെ ഓർഗാനിക് മിൽക്കുമാണ്. നമുക്ക് തൈര് ഉണ്ടാക്കാനൊക്കെ ഈ ഓർഗാനിക് മിൽക്ക് യൂസ് ചെയ്യാം. മീൻകുട്ടിക്ക് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ ലാക്ടോസ് ഫ്രീ കിട്ടിയില്ല, ഇതാണ് കിട്ടിയത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് അവിടെ തന്നെ ഫുഡ് വാങ്ങിക്കാൻ കിട്ടും.
അവിടുത്തെ പിസ്സ വേണമെന്ന് പറഞ്ഞിരുന്നു മേഴ്ക്കുട്ടി. അങ്ങനെ പിസ്സ വാങ്ങിയിട്ടുണ്ട്, ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഉള്ളിക്ക് പിസ്സ. എന്താ ഐസ്ക്രീമാ? ഫുഡിന് ബാക്കിയുള്ളടത്ത് നോക്കുമ്പോൾ കോസ്കോയിൽ നല്ല വില കുറവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് കോസ്കോയിലായത് $266. ഏകദേശം 22,000 മുകളിലായിട്ടുണ്ട്. ഇത് എല്ലാ മാസമൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഞങ്ങളിപ്പോൾ കുറച്ചായി കോസ്കോയിലേക്ക് വന്നിട്ട്, അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ നമുക്ക് കുറച്ച് അധികം ദിവസത്തേക്ക് ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോകണം. It's rain today. It's raining and I see it's so raining, that's why. Then it's not raining, it's a slow. ഇതിനെന്താണെന്നറിയോ പറയാ? ചാറ്റൽ മഴ. ചാറ്റൽ മഴ. ചാറ്റൽ മഴയാണ്. തണുപ്പൊക്കെ ഉണ്ട് അല്ലേ ഉണ്ണി? നല്ല തണുപ്പുണ്ട്. മഞ്ഞ് ചേട്ടാ. നമുക്കിനി എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് കാറിൻ്റെ അകത്തേക്ക് വെക്കാം. എല്ലാ സാധനങ്ങളും കാറിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്ക് തോന്നി മഴയൊന്നും അല്ല കേട്ടോ, മഞ്ഞാണ്, സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഏകദേശം എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഞാൻ കാണിക്കാം. കുറച്ച് ഫ്രൂട്ട്സ്, അവക്കാഡോ, പിന്നെ ഓർഗാനിക് ജിഞ്ചർ ഉണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്കോയിലെ തക്കാളി നല്ലതാണ് കേട്ടോ. ഞാൻ വാങ്ങിയതിൽ എനിക്ക് കോസ്കോത്തെ തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് ദിവസം ഉണ്ടാവും ചെയ്യും. പിന്നെ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെട്ടിയിൽ 3 ബോക്സ് പാലുണ്ടായിരിക്കും. മേഴ്ക്കുട്ടിക്ക് ഈ പാലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് മാത്രം പുറത്ത് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് എല്ലാത്തിനും മടിയായിരിക്കും. അതുകൊണ്ട് വന്ന ഉടനെ ഇതെല്ലാം ചെയ്തു വയ്ക്കുന്നതാണ് എനിക്ക് നല്ലത്. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിലാക്കി വെക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഫ്രിഡ്ജിൽ ഇതാ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇത് കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിന്ന് ഇന്ത്യൻ സ്റ്റോർ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്കിന്ന് വണ്ടി തിരിച്ചു കൊടുക്കും വേണം. ഇന്ത്യൻ സ്റ്റോർ പോയി വന്നതിന് ശേഷമാണ് പ്രജേട്ടൻ വണ്ടി കൊടുക്കാൻ പോവുക. കാറിൽ കയറിയപ്പോഴാണ് ഞാൻ സ്നോ ഫ്ലേക്സ് വീണ് കിടക്കുന്നത് കണ്ടത്. അതിൻ്റെ രൂപം കണ്ടോ? ശരിക്കും അതിൻ്റെ രൂപം നമുക്ക് കാണാനുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ രൂപം മനസ്സിലായേനെ. ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ വാൾമാർട്ടിലേക്കും കൂടി ഒന്ന് വന്നതാണ്. നമുക്ക് ഇന്നലെ പാല് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ, ലാക്ടോസ് ഫ്രീ, അതുകൂടി വാങ്ങി വെക്കണം. എന്നാൽ നമുക്ക് വാൾമാർട്ടിലേക്കും പിന്നെ വരേണ്ടി വരില്ല. വാൾമാർട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ. മേഴ്ക്കുട്ടിയുടെ മോയ്സ്ചറൈസറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയത് ഗാർലിക്കാണ്. ഇതെല്ലാം വാങ്ങി നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലും കൂടിയും പോയിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ.
നമുക്ക് വേറൊരു ഇന്ത്യൻ സ്റ്റോർ വീടിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഈ അപ്ന ബസാർ കുറച്ച് വലുതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ അതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. മിഴിക്കുട്ടി രാവിലെ തന്നെ നീച്ച് പോകുന്നതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ്ങൊക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് രാവിലെ തീരെ ഉഷാറുണ്ടായിരുന്നില്ല. ചിക്കനും മട്ടനും മീനും എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഞങ്ങൾ ചിക്കനും മട്ടനും ഒക്കെ ഇവിടുന്ന് വാങ്ങി വെക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം ഞങ്ങൾ മീനും വാങ്ങി. മീൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ മീൻ മാത്രം ഫ്രോസൺ ആയിരുന്നു. എന്നാലും ആഗ്രഹത്തിനൊക്കെ ഫ്രോസൺ എങ്കിൽ ഫ്രോസൺ. ഇതാ ഒരുവിധം എല്ലാ മീനുകളും ഇവിടെ ഉണ്ട്. എല്ലാം വലിയ മീനുകളായിരുന്നു കേട്ടോ. മത്തിയൊന്നും ഞാനിവിടെ കണ്ടില്ല. ഇന്ത്യയിൽ കിട്ടുന്ന ഏകദേശം ഒരുവിധം സാധനങ്ങളൊക്കെ ഈ കടയിൽ കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ മാത്രമല്ലേ കിട്ടുക. ഇത് ഇന്ത്യ മൊത്തമായിട്ടുള്ള എന്തൊക്കെയാണോ അത് മുഴുവൻ നമുക്കിവിടെ കിട്ടും. പക്ഷെ നോക്കി വാങ്ങിയിട്ടില്ലെങ്കിൽ പണി പാളും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വലിയ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഫ്രോസൺ നമ്മുടെ ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്നുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ. ഡെയിലി ഡിലൈറ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഇവിടെ നമുക്ക് ചിലവായത് $115. മൊത്തത്തിൽ നമുക്കൊരു 32,000 മുകളിൽ ചിലവായി ഇന്നത്തെ ഈ ഷോപ്പിംഗ്. പക്ഷേ ഇതിലെ കുറേ സാധനങ്ങൾ നമുക്ക് കുറച്ച് ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.